ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പം എല്ലാവരും ഒരു 30 വർഷമോ 60 വർഷമോ അങ്ങനത്തെ വലിയൊരു ഡ്യൂറേഷനിലേക്കാണ് എടുക്കുക. അപ്പം സാധാരണക്കാരുടെ ഇടയിലുള്ളൊരു സംശയമാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പം നമ്മളിപ്പം ICICI എന്നോ HDFC എന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊമോട്ടറുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഇത്രയും കാലയളവിൽ ആ കമ്പനി നിലനിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു കൺസേൺ ആണ്. അപ്പോൾ ഒരു 30 വയസ്സോ അല്ലെങ്കിൽ ഒരു 25 വയസ്സുള്ള ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അയാൾ ഒരു 90 വയസ്സ് വരെ ഇൻഷുറൻസ് എടുത്തു വിചാരിക്കും. 30 വയസ്സുള്ള ഒരാൾ 90 വയസ്സ് വരെ എടുക്കുമ്പോൾ 60 വർഷത്തേക്കാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സമയത്ത് 60 വർഷം ഈ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി ഇല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾക്കോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഈ അടുത്ത് വന്ന സഹാറ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു കേസ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, 2017 സുബ്രട്ടോ റോയ് എന്ന് പറഞ്ഞുള്ള പ്രൊമോട്ടറായിരുന്നു സഹാറ ലൈഫ് ഇൻഷുറൻസിൻ്റെ. അദ്ദേഹം പല പോൺസി സ്കീമിലും പെട്ടിട്ട് കമ്പനി താറുമാറായി. അപ്പം കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഭയങ്കരമായിട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ റെഗുലേറ്റർ, ഇൻഷുറൻസ് റെഗുലേറ്ററായിട്ടുള്ള IRDA രംഗത്ത് വരികയാണ് ചെയ്യുക. അപ്പം ഈ കേസിലും IRDA രംഗത്ത് വന്നു. അപ്പോൾ IRDA വളരെ പവർഫുൾ ഓർഗനൈസേഷനാണ്. അതിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട് പല ആക്ഷൻസ് എടുക്കാനും. അപ്പം 2017 മുതൽ ഈ സഹാറ ഗ്രൂപ്പിൻ്റെ സഹാറ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റീരിയറേറ്റ് ചെയ്യുമായിരുന്നു. ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പം IRDAയുടെ ഓർഡറായി, ത്രൂ കോർട്ട് ഓർഡറായി, എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹാറ ലൈഫ് ഇൻഷുറൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ലയബിലിറ്റീസും അതിൻ്റെ അസറ്റ്സും SBI ലൈഫ് ഇൻഷുറൻസ് പ്രൊക്യൂർ ചെയ്യും. അതായത് അവർ കംപ്ലീറ്റ്ലി അത് ബൈ ഔട്ട് ചെയ്യും. ലൈഫ് ഇൻഷുറൻസ് യൂണിറ്റ് മെർജറല്ല, പക്ഷേ SBI ലൈഫ് ഇൻഷുറൻസ് സഹാറ ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പിൽ നിന്ന് ഈ 2 ലക്ഷം പോളിസി ഹോൾഡേഴ്സിൻ്റെ പോളിസീസും അതിൻ്റെ അസറ്റ്സും മേടിക്കും. ആൻഡ് ഈ പോളിസി ഹോൾഡേഴ്സിന് ഒരു വർഷത്തിനകം തന്നെ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കംപ്ലീറ്റ്ലി മാറാൻ സാധിക്കും. ആൻഡ് ഈ പോളിസി ഹോൾഡേഴ്സ് SBI ലൈഫ് ഇൻഷുറൻസായി മുന്നോട്ടുള്ള സമയം കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഇതാണ് യൂഷ്വലി സംഭവിക്കാറ്. കാരണം ഇങ്ങനെയൊരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDA വളരെ സ്ട്രോങ് അതോറിറ്റിയാണ്. ആൻഡ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ഇൻ്റർവെയിൻ ചെയ്തിട്ട് പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുക. അപ്പം ഈ കാര്യത്തിൽ പൊതുവേ ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഏറ്റവും നല്ല ഇൻഷുററെ നോക്കി തന്നെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ അതേസമയം ഇൻഷുറർക്ക് എന്ത് സംഭവിച്ചാലും 60 വർഷത്തിനിടെയോ 50 വർഷത്തിനിടെയോ എന്ത് സംഭവിച്ചാലും IRDA പോലുള്ള അതോറിറ്റി, അന്നത്തെ അതോറിറ്റി ഏതാണോ എന്നുള്ളതും അവർ മുന്നോട്ട് വന്ന് ത്രൂ കോർട്ട് പ്രൊസീജിയേഴ്സ് ഇങ്ങനെയുള്ള ഇൻഷുർഡ് ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ടതില്ല. താങ്ക്സ്.